ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ മഴതോരും മുൻപേ സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലോട്ട് പോയാലോ? അപ്പോൾ നമ്മുടെ വൈജയന്തിയുടെയും ബാലചന്ദ്രൻ്റെയും ഒരു ചെറിയ വിശേഷത്തിലോട്ട് നമുക്ക് പോകാം അല്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു നമ്മുടെ ഗംഗാധരന് നമ്മുടെ മാലതിയും നമ്മുടെ വൈജയുടെ വീട്ടിലെത്തുകയാണ് അല്ലേ? ബാലേന്ദ്രൻ ഇത്രയും പാടില്ല, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അതുപോലെ വൈജ ഒറ്റയ്ക്കായി പോകും, ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതൊക്കെ ഒരു ചിന്തയോടുകൂടി അവർ ടെൻഷൻ അടിച്ചാണ് അവിടെ ഇവിടെ എത്തുന്നത്. അപ്പോൾ പല കാര്യങ്ങളും അവർ പലരിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. അതായത് ഇങ്ങറ്റം സർവൻ്റായിട്ട് നിൽക്കുന്ന അലീനയുടെ അടുത്ത് നിന്ന് പോലും, അതുപോലെ സ്വന്തം അമ്മയുടെ അടുത്ത് നിന്നും, അല്ല വൈജയുടെയും ബാലേന്ദ്രൻ്റെ മക്കളിൽ നിന്നും ഒക്കെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മാലതിയും ഗംഗാധരനും കൂടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അവർ നമ്മുടെ ബാലേന്ദ്രനെ കാണാൻ ഒന്ന് റെസ്റ്റൊക്കെ ചെയ്ത് വണ്ടി ഓടിച്ച് രാവിലെ വെളുപ്പിന് ഇറങ്ങിയല്ലേ അവർ നീലഗിരിയിൽ നിന്ന്. അപ്പോൾ വന്നു, അമ്മയെ കണ്ടു, സംസാരിച്ചു, ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് അവർ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് അവർ കാറിൽ ഇരിക്കുമ്പോൾ പല ചിന്തകൾ രണ്ടുപേരുടെ മനസ്സിൽ വരികയാണ്. അതായത് ഈ അലീന ഇവിടെ എങ്ങനെ എത്തി, അതായത് നമ്മുടെ അച്ഛൻ പോയി ഇത്രയും ദൂരം, അച്ഛന് ഇത്രയും പാടില്ലാണ്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മനുവിനെയും കൂട്ടി ഇത്രയും ദൂരെ പോയി ആ കുട്ടീനെ കൊണ്ടുവരണമെങ്കിൽ, അത് മാത്രമല്ല ബ്രിജാമ്മ എന്ന് പറയുന്ന ആ ഓർഫനേജ് നടത്തുന്ന ആ അവർ ഇത്രയും ദൂരെന്ന് ഇവിടെ വന്ന് അച്ഛനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് അച്ഛൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ പോയി അമ്മയെ നോക്കാനാണ് എന്ന് പറഞ്ഞു മനുവിനെ മെയിൻ നമ്മുടെ അലീനയുടെ കാര്യങ്ങളിലെല്ലാം എപ്പോഴും നിൻ്റെ ഒരു ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കണമെങ്കിൽ അതിൽ എന്തൊക്കെയോ ദുരൂഹതകളും മണക്കുന്നുണ്ട് എന്ന് മാലതിയും ഗംഗാധരൻ്റെയും മനസ്സിൽ കിടക്കുകയാണ്. അപ്പം നമ്മുടെ മാലതി പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മനസ്സിന് വല്ലാണ്ട് അലട്ടുന്ന പല പ്രശ്നങ്ങളുണ്ട്, ഗംഗേട്ട ഒന്ന് വണ്ടി നിർത്തിക്കുകയെന്ന് വെച്ചിട്ട് അവരെ ഇറങ്ങി രണ്ടുപേരും കൂടെ സംസാരിക്കുകയാണ്. അതായത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ മൈൻഡിലുള്ള കാര്യങ്ങൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്. ഇപ്പം മാലതി പറയുകയാണ്, എന്തുകൊണ്ടായിരിക്കും അച്ഛൻ ഈ ഇത്രയും ദൂരെ പോയി ആ കുട്ടിയെ കൊണ്ടുവന്നത്? അപ്പോൾ നമ്മുടെ ഗംഗാധരൻ പറയും, ചിലപ്പോൾ ഈ കുട്ടി അച്ഛന് നമ്മളെ വൈജ പ്രസവിച്ച കുട്ടിയാണോ, അത് കണക്കിലാക്കിയിട്ടാണോ അച്ഛൻ ഇനി അവളെ പോയി ഇത്രയും ദൂരെ പോയി മനുവിനെയും കൂട്ടി കൊണ്ടുവന്നത്? അങ്ങനെ അവരിൽ മനസ്സിൽ വന്ന ഈ അറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് എന്തൊക്കെ ചോദ്യങ്ങളാണ് അവരെ ഉള്ളിൽ വന്നത്, അത് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് അതിൻ്റെ ആൻസറും അവർ കണ്ടെത്തുകയാണ്. എല്ലാം ഒരു ഊഹാബോധത്തോടു കൂടി ചോദിക്കുന്ന കാര്യങ്ങളാണ്, അതറിയാം. എങ്കിലും അതിന് എത്രത്തോളം അതിലൊരു ശരി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഏകദേശം നമ്മുടെ വൈജ പ്രസവിച്ച് ആ വർഷവും അലീനയുടെ വയസ്സും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ തിരുവനന്തപുരം നെയ്യാറ്റിൻകര ആയിരുന്നു വൈജ പ്രസവിച്ചതും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഈ കുട്ടി അവിടെ കഴക്കൂട്ടം ഒരു ഓർഫനേജിൽ അന്നേരം ആക്കുകയും ആ അമ്മ തിരിച്ച് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവർക്കൊരു അസുഖം വന്ന് അവർ മരിക്കും എന്ന് ഉറപ്പ് വന്നപ്പോൾ അവരുടെ കീഴിലുണ്ടായിരുന്ന കുട്ടികളെല്ലാം സേഫായിട്ട് അതാത് സ്ഥലങ്ങളിൽ അവർ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പിന്നെ അലീനയെയും അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട കരങ്ങളിൽ തന്നെ ഏൽപ്പിക്കണം എന്ന ഒരു ആഗ്രഹത്തോടെ തന്നെ നമ്മുടെ അലീനയും അച്ഛനെ വന്ന് ഏൽപ്പിച്ചു എന്നതല്ലേ ശരിയെന്ന് ഗംഗാധരനും ബാലചന്ദ്രനും പരസ്പരം ചോദിക്കുകയാണ്. അതുമാത്രമല്ല, ഇത് എങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ അറിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ചോദ്യം. ഒരിക്കലും അലീന സ്വന്തം അമ്മയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കലും ഒരു വീട്ടുവേലക്കാരിയായിട്ട് വന്ന് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ അവൾക്കൊരിക്കലും അവളുടെ സംസാരത്തിൽ പോലും ആ ഒരു കള്ളത്തരം ഉള്ളതായിട്ട് തോന്നുന്നില്ല എന്ന് മാലതി പറയുന്നുണ്ട്. അപ്പോൾ ഇത് പിന്നെ എങ്ങനെയാണ് ബാലചന്ദ്രൻ ഇതറിയാൻ കാര്യം? അന്ന് ഉച്ചവരെ ഭക്ഷണം കഴിച്ച് അലീന പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കിയതാണ്, റൂമിൽ പോകുന്ന വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞാണ് ബാലചന്ദ്രന് ഈ ഒരു എല്ലാ ചിന്തകളും ബുദ്ധിമുട്ട് വരികയും അവിടെ നിന്ന് ഇറങ്ങി പോവുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഗംഗാധരൻ പറഞ്ഞു, ഒന്നുകിൽ ഒരു ഫോൺ കോൾ വന്ന് അത് വിവരം അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവുകൾ ബൈ ചാൻസ് ഇപ്പോൾ നമ്മുടെ വൈജയന്തിയുടെ എന്തെങ്കിലും ഡയറി കുറിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരികൾ എഴുതിയ
കത്തോ ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ റിപ്പോർട്ടോ എന്തെങ്കിലും. അപ്പോൾ മാലതി പറഞ്ഞു, അതൊരിക്കലും ഉണ്ടാവാൻ വഴിയില്ല. കാരണം വൈജയന്തിയുടെ കല്യാണത്തിന് മുന്നേ തന്നെ ഇതെല്ലാം ഞാനും കൂടെ ചേർന്നാണ് ഫുൾ ഫോട്ടോഗ്രാഫ്സ് ഉൾപ്പെടെ എല്ലാം കത്തിച്ച് തന്നെയാണ് കളഞ്ഞത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു എവിഡൻസും കിട്ടാൻ വഴിയില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? അവർ വീണ്ടും ആലോചിക്കുകയാണ്. എന്നിട്ട് അവരുടെ ചിന്ത, അച്ഛൻ മനുവിനെയും കൂട്ടിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മുടെ മനുവിന് അറിയാണ്ടിരിക്കില്ല. അപ്പോൾ ആ വഴിയും കൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാലതി ചോദിക്കുന്നുണ്ട്, ഇതിനിപ്പോൾ എന്താണ് ഒരു സൊല്യൂഷൻ? നമ്മൾ ഇതുവരെ മെയിൻ പ്രോബ്ലത്തിലോട്ട് എത്തിയിട്ടില്ല. അലീന ആരാണ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കലുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ വൈജയും ബാലേന്ദ്രൻ്റെയും മെയിൻ പ്രോബ്ലം ഇതെങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു എത്തുപിടുത്തവും കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ പിന്നെ വണ്ടി കയറുകയാണ്, ഗംഗാധരനും മാലതിയും. എന്നിട്ട് കാറിനകത്ത് കയറി ഇരുന്നിട്ട് അവർ പറയുന്നുണ്ട്, ഇതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ, നമ്മളിതൊന്നും അറിഞ്ഞിട്ടില്ല, നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയേയില്ല. അതാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സേഫായിട്ടുള്ള ഒരു മാർഗ്ഗമെന്ന് നമ്മുടെ ഗംഗാധരൻ പറയുന്നുണ്ട്. അത് ശരിയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും നേരെ ഹോസ്പിറ്റലിലോട്ട് യാത്ര തിരിക്കുകയാണ്. അവിടെ എത്തി. അപ്പോൾ വൈജി അവിടെ നിൽപ്പുണ്ട്. അപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഡോക്ടറെ പോയി ഒന്ന് കണ്ടിട്ട് വരാമെന്ന്. നമ്മുടെ ഗംഗാധരൻ പറയുന്നുണ്ട്, ഞാൻ പോയി ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അലീനയും നമ്മുടെ വൈജിയും നമ്മുടെ മാലതി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗംഗാധരൻ ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്കറിയാമല്ലോ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർഡ് ആയി നമ്മുടെ വൈജിയുടെ, എനിക്കറിയാം സാറിനെ അറിയാമെന്ന് പറഞ്ഞ് അവർ തമ്മിൽ ഷേക്കറ്റൊക്കെ കൊടുത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ബാലചന്ദ്രൻ്റെ കണ്ടീഷൻ? അപ്പോൾ ഡോക്ടറിന് ചില സംശയങ്ങളുണ്ട്. അതായത് ഇവർ തമ്മിൽ, അതായത് ബാലേന്ദ്രന് ഓൾറെഡി ഫിസിക്കലി ഒരുപാട് BP-യിലും മറ്റുമൊക്കെ ഒരുപാട് ഇതായിട്ടുള്ള ഒരാളാണ്. റിക്കവറായി വന്നതിൻ്റെ ഒരു കാരണം എന്ന് തന്നെ പറയണമെങ്കിൽ ആ സ്റ്റാർട്ടിങ്, അതായത് ഈ സ്ട്രോക്ക് വന്ന ടൈമിൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആ കറക്റ്റ് ടൈമിൽ നമ്മുടെ ആ സെർവൻറ്റ് കൊടുത്ത CPR-ൻ്റെ ഒരൊറ്റ ഇതാണ് ബാലേന്ദ്രൻ ഇത്രയും റിക്കവറായി വരാൻ കാരണം കേട്ടോ. കാരണം ആ കൃത്യ ടൈമിൽ CPR സെർവൻറ്റ് കൊടുത്തതുകൊണ്ട് അതൊരു വലിയൊരു ഇതാണെന്ന് ഡോക്ടർ എടുത്ത് പറഞ്ഞായിരുന്നു. അതുമാത്രമല്ല, പിന്നെ ബാലേന്ദ്രനെ സംബന്ധിച്ച് ഇമോഷൻസ് ഒന്നും ഇനി കൊടുക്കാൻ പറ്റില്ല. കാര്യം 3 ബ്ലോക്ക് ഓൾറെഡി ബാലചന്ദ്രനുണ്ടായിരുന്നു. അതിൽ 2 ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഒരെണ്ണം ചെയ്യാനുള്ള ആ ഒരു ഫിസിക്കൽ കണ്ടീഷൻ ബാലചന്ദ്രനില്ല. അപ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, ഓൾറെഡി ഹാർട്ട് പേഷ്യൻസ് എന്തെങ്കിലും ആണോ? അല്ലാണ്ട് തന്നെ എന്തോ മെൻ്റലി ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആണ്, BP ഹൈ, അങ്ങനെ ഫിസിക്കലി ഒട്ടും തന്നെ ആൾ ഇതായിട്ട് ഇത് ചെയ്യാൻ പറ്റിയൊരു കണ്ടീഷൻ അല്ല എന്ന് ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്നത്, സാധാരണ ഫാമിലിയൊക്കെ ഒന്ന് കാണുമ്പോൾ ഒരു സന്തോഷം വരേണ്ടതാണ്. പക്ഷേ ബാലേന്ദ്രനെ സംബന്ധിച്ച് ഡോക്ടർ പറയുകയാണ്, വൈഫിനെയും മക്കളെയൊക്കെ കാണുമ്പോൾ എനിക്ക് ആരെയും കണ്ടെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എത്രത്തോളം സന്തോഷം കൊടുക്കാൻ പറ്റും ആ കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഗംഗാധരൻ പറയുന്നുണ്ട്, ഡോക്ടർ എല്ലാവരോടും കൂടെ ചേർന്ന് എന്നെ പറയണം, ഇപ്പോൾ വിസിറ്റേഴ്സ് ഒന്നും വേണ്ട. കാര്യം ബാലേന്ദ്രൻ അത് മെൻ്റലി ഒട്ടും ആരും ഫേസ് ചെയ്യുന്നത് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് വിസിറ്റേഴ്സിനെ ആരെയും അലൗഡ് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ പറയണം. അപ്പോൾ ആരോടും ഒരുപാട് ബാർഗെയിൻ ചെയ്യാനോ മീൻസ് ഇങ്ങനെ തർക്കിക്കാനൊന്നും നിൽക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ ഡോക്ടർ എല്ലാവരും കേൾക്കുമെന്ന് പറയണമെന്ന് പറയുന്നുണ്ട്. കാര്യം എൻ്റെ അനിയത്തിയാണ് വൈജ, പക്ഷെ അവൾ ബാലചന്ദ്രൻ്റെ കൂടെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അത്ര ബെറ്റർ അല്ല. സ്വന്തം സഹോദരിയെക്കുറിച്ചാണ് പറയുന്നതിൽ ഡോക്ടർ അത് വേറൊരു രീതിക്ക് എടുക്കരുത്. എനിക്കല്ലാണ്ട് ബാലചന്ദ്രൻ്റെ ഇഷ്യൂസ് എന്താണെന്ന് എനിക്കറിയാം, പക്ഷേ സോറി, എനിക്കിപ്പോൾ അത് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഇറ്റ്സ് ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഞാൻ ആ രീതിയിലത് പറയാം, ഫാമിലിയോട് എല്ലാവരുടെ അടുത്തും അത് പറയാം. കാര്യം പുള്ളിക്ക് ഒറ്റയ്ക്ക് ഉള്ള ഒരു ലൈഫാണ് താല്പര്യമെങ്കിൽ ആരും അധികം പോയി ഡിസ്റ്റർബ് ചെയ്യാണ്ട് പുള്ളി സേഫായിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്ത് ഒന്ന് റിക്കവറായി വരട്ടെ. അപ്പോൾ വീട്ടിൽ ഡിസ്ചാർജായി പോയാലും ആരും ഡിസ്റ്റർബ് ചെയ്യാനായിട്ടൊന്നും നിൽക്കണ്ട. പുള്ളിയുടെ മൈൻഡ് ഒറ്റയ്ക്ക് വിടാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ വിടാമെന്ന് എല്ലാ രീതിയിലും പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് നിന്ന് അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് പുറത്ത് വന്നു കഴിയുമ്പോൾ വൈജ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ബാലേന്ദ്രൻ, നമ്മുടെ ഗംഗാധരൻ ചോദിക്കുന്നില്ല, നീ എന്താണ് ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടാണ് നിൽക്കുന്നത്? ഒന്നുമില്ല, എന്നോടൊന്നും മിണ്ടുക അല്ലെങ്കിൽ ഞാൻ അടുത്ത് ചെല്ലുന്ന ഒന്നും ബാലേന്ദ്രന് ഇഷ്ടമല്ല. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ഒരു പക്ഷേ നിൻ്റെ സംസാര രീതി പെരുമാറ്റം കൊണ്ട് തന്നെയാണ് വീട്ടിൽ ചെന്നപ്പോൾ നിൻ്റെ മക്കളിൽ നിന്ന് അമ്മയിൽ നിന്ന് പോലും ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം നീ ബാലചന്ദ്രനോട് പെരുമാറുന്ന ആറ്റിറ്റ്യൂഡ് ഒട്ടും തന്നെ ഓക്കെ അല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ വന്നത്. എല്ലാ കുറ്റവും ഇപ്പോൾ എനിക്കായോ? എൻ്റെ
മക്കൾ ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്തി പറയില്ല. അപ്പോൾ പറഞ്ഞു, നിൻ്റെ മക്കൾ തന്നെ പറഞ്ഞു അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് നിനക്ക് എന്തുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല? സെർവൻറ്റിനെ പോലും നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആ കുട്ടി ചെയ്ത തെറ്റെന്താണ്? എന്താണ് ഇങ്ങനെ? നീ ഒന്ന് ഇതായിട്ട് സംസാരിക്കുമോ? എൻ്റെ രോഹിത് എന്നെക്കുറിച്ച് ഒരു കുറ്റവും പറയില്ല എന്ന് നമ്മുടെ വൈജ പറയുന്നു. രോഹിത് ശരിയാണോ? ഉറപ്പാണോ നിനക്ക്? രോഹിത്തിൻ്റെ പ്രവൃത്തികളും അവൻ്റെ പെരുമാറ്റവും എല്ലാം ശരിയാണോ? അപ്പോൾ വൈജ ഒന്നും മിണ്ടിയില്ല. നീ ശരിയാണോ? നീ സ്വയം ഒന്ന് ചോദിക്കും, നിൻ്റെ ഭാഗത്ത് എല്ലാം ശരിയാണോ വൈജ? അതുകൊണ്ട് നീ ആദ്യം ഒന്ന് സമാധാനപ്പെട്ട് നല്ല രീതിയിൽ മറ്റുള്ളവരുടെ അടുത്ത് ബിഹേവ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ നീ മാക്സിമം നോക്കുക. അല്ലാണ്ട് എടുത്ത് ചാടിയുള്ള നിൻ്റെ ഈ കടുംപിടുത്തവും നിൻ്റേതായിട്ടുള്ള അടിച്ചമർത്തലും അതൊന്നും ഇനി വേണ്ട. അത് നിനക്ക് നല്ലതിനല്ല. എല്ലാ കുറ്റവും എന്നിൽ ആരോപിച്ചു. അപ്പോൾ വൈജ ഒരുപാട് ഷൗട്ട് ചെയ്തപ്പോൾ ഗംഗാധരൻ മൈൻഡ് ടു വേഴ്സ് വന്നിട്ട് കുറച്ച് വഴക്ക് കൊടുക്കുകയാണ് നമ്മുടെ വൈജയ്ക്കിട്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനം വൈജ ആകെ അങ്ങ് ഡൗൺ ആയിപ്പോയി. അപ്പോൾ ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗംഗാധരൻ്റെ അടുത്ത് പറഞ്ഞു, ശരി എല്ലാ തെറ്റും എൻ്റെ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അവസാനം മാലതി പറഞ്ഞു, അവളെ അങ്ങനെ ഇതാക്കണ്ട ഗംഗേട്ട, എന്തായാലും നമുക്കിന്നിപ്പം ബാലേന്ദ്രനെ കാണാൻ നിൽക്കണ്ട. കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അയാൾ ഓക്കെ ആവില്ല, അയാൾ ഒന്നും കൂടെ ഇമോഷൻ കൂടും അയാളുടെ. അതുകൊണ്ട് അത് വേണ്ട. എന്തായാലും വൈജ പിണങ്ങിപ്പോയി നിൽക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഗംഗാധരൻ പറഞ്ഞു, ഞാൻ അവളോട് സംസാരിക്കാം. ഞാൻ പറഞ്ഞ കുറച്ചെങ്കിലും റെസ്പെക്റ്റ് ചെയ്യും. നീ സപ്പോർട്ടും ചെയ്യേണ്ട, എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ട, ഒന്നും ചെയ്യേണ്ട, അത് മിണ്ടാണ്ട് നിന്നാൽ മതി. അപ്പോൾ മാലതി പറയുന്നുണ്ട്, ഒരു കണക്കിന് സത്യം പറഞ്ഞാൽ പ്രാന്ത് പിടിക്കുന്നുണ്ട്, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത കണക്ക് നമ്മുടെ വൈജ. ബാലേന്ദ്രനാണെങ്കിൽ അതങ്ങനെ. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ബാലേന്ദ്രൻ ആ സ്ട്രോക്ക് വന്നപ്പോൾ അങ്ങ് തീർന്നെങ്കിൽ മതിയായിരുന്നു. അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, നീ എന്താ ഈ പറയണം, അങ്ങനെയാണോ പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് മാലതി അങ്ങ് പോവാണ്. കാര്യം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇല്ല ഒന്നും അവർക്കും ടെൻഷനാണ്. അവർ ഇത്രയും മനസ്സിലിട്ട് മറ്റാരോടും പറയാണ്ട് ഇത്രയും ഒരു ടെൻഷൻ അവരും കൊണ്ട് നടക്കില്ലേ ഗംഗാധരനും മാലതി. അവരും ആകെ ടെൻഷനായി പോവാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇൻട്രോയിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഇൻട്രോ വീഡിയോ ഒന്ന് കേൾക്കുക, നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് ഇടാനും മറക്കരുത് കേട്ടോ. നമ്മുടെ സുമി മൂപ്പാസ് ടെസ്റ്റി കിച്ചൻ എന്ന ഈ കുഞ്ഞു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരോടും നല്ലൊരു ഡേ ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.